നമഃശിവായ. യോഗ എന്ന വാക്കിനർത്ഥം ഒന്നിപ്പിക്കൽ അല്ലെങ്കിൽ കൂടിച്ചേരൽ എന്നാണ്. ശരീരത്തെയും പ്രാണനെയും മനസ്സിനെയും ആത്മചൈതന്യത്തെയുമെല്ലാം വേണ്ടവണ്ണം സംയോജിപ്പിക്കലാണ് യോഗ. ഇത് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി അമ്മയുടെ വാക്കുകളാണ്. യോഗ വെറും വ്യായാമമല്ല, അത് ശ്വാസം, ചിന്ത, ശരീരചലനം എന്നിവയെ ഏകീകരിക്കുന്ന ഒരു സമഗ്രമായ ജീവിത രീതിയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ ആരംഭിച്ച ഈ പാരമ്പര്യം ഇന്നും ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ആരോഗ്യവും ശാന്തിയും നൽകുന്ന വഴികാട്ടിയായി തുടരുന്നു. ജൂൺ 21 ഇന്റർനാഷണൽ യോഗ ഡേ ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് യോഗയുടെ പ്രാധാന്യവും ഗുണങ്ങളും ഓർമ്മിപ്പിക്കുന്ന ഒരു ആഗോള ആഘോഷമാണ്. ഈ വർഷത്തെ ലോക യോഗാ ദിനത്തിന്റെ തീം എന്നത് യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്നതാണ്. വയസ്സാകുമ്പോഴും ആളുകൾക്ക് ശരീരാരോഗ്യം, മാനസിക സമാധാനം, ചലനക്ഷമത, സന്തുലിതാവസ്ഥ, സ്വാതന്ത്ര്യം എന്നിവ നിലനിർത്താൻ യോഗ എപ്രകാരം സഹായിക്കുന്നുവെന്നതാണ് ഈ തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒറ്റവാക്കിൽ ഇന്റർനാഷണൽ യോഗ ഡേ മനുഷ്യരുടെ സമഗ്ര ആരോഗ്യത്തിനും സമാധാനപരമായ ജീവിതത്തിനും യോഗ എത്രമാത്രം പ്രധാനമാണെന്ന് ലോകത്തോട് ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനം കൂടിയാകുന്നു. യോഗഃ അമൃത എന്ന ഈ സ്പെഷ്യൽ ചാപ്റ്റർ ഭക്തി നിർഭരമായി നമുക്ക് ആരംഭിക്കാം. വേദിയിൽ അടുത്തതായി ചീഫ് ഗസ്റ്റ് ശ്രീമതി മിനിമോൾ വികെക്ക് അമൃത TV നൽകുന്ന ആദരമാണ്. പലപ്പോഴും നമ്മൾ പറയും എല്ലാവിധ എക്സസൈസും നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ യോഗയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ യോഗ അഭ്യസിക്കുന്ന അല്ലെങ്കിൽ യോഗ സ്ഥിരമായി ചെയ്യുന്ന ആളുകൾ അവർ അതിൻ്റെ മൂല്യം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അത് തലമുറകളിലേക്ക് നമുക്ക് പകർന്നു നൽകേണ്ടതുമുണ്ട്. ഒരു 15 മിനിറ്റെങ്കിലും ഒരു ദിവസം മാറ്റിവെക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾക്ക് സ്വസ്ഥമായി മനസ്സമാധാനത്തോടെ ആ ജീവിതത്തിലെ ഒരു ദിവസം തുടങ്ങുന്നതിനും ഏറ്റവും സന്തോഷകരമായി ആ ദിവസത്തെ എത്രയൊക്കെ സമ്മർദ്ദമുണ്ടെങ്കിലും, മാനസികമായ എത്രയൊക്കെ സമ്മർദ്ദം നേരിടുന്ന ഒരു ദിവസമാണെങ്കിലും ആ ദിവസം സന്തോഷകരമായി പുഞ്ചിരിയോടെ നമുക്ക് തീർക്കുന്നതിനും സാധിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളതും അതുതന്നെയാണ്. നമ്മളുടെ ജീവിതത്തിൽ ഒരു ദിവസം 24 മണിക്കൂറിൽ ഒരു 30 മിനിറ്റെങ്കിലും നമ്മൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ നാം തയ്യാറാവണം. നന്ദി. അടുത്തതായി അമൃത TV ആദരിക്കുന്നത് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റായ IGയും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുമായ ശ്രീ കാളിരാജ് മഹേഷ് കുമാർ IPSനെയാണ്. അമൃത TV നൽകുന്ന ഈ ആദരം കൊടുക്കുന്നതിനായി അമൃത ന്യൂസ് കൊച്ചി റീജിയണൽ ഹെഡ് ശ്രീ ശ്രീജിത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്കൂളിൽ പഠിക്കக்கூடிய കാലഘട്ടത്തിലാണ് ഒരു വളരെ ചെറിയ തുകയ്ക്ക് ഒരു വീക്കെൻഡിൽ യോഗ പഠിച്ചു കൊടുക്കാൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അച്ഛനമ്മയെ അണിച്ചു കൊടുത്തത്. ആ സമയത്തിൽ അവിടെ പോയപ്പോൾ കുറച്ച് സ്ട്രെച്ചസ്, ഇപ്പോൾ ഞാൻ അറിയുന്നത് ആസനാസ്, അവർ കുറച്ച് പഠിച്ചു കൊടുത്തു. അതല്ലാതെ മെഡിറ്റേഷൻ ഒരു 5 മിനിറ്റ് മാത്രം, ഐ തിങ്ക് ഒരു 6-7 ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ എൻ്റെ ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ്. ഒരു 5 മിനിറ്റ് കണ്ണടച്ച് നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് എന്താണ് വരണത് നിങ്ങൾ മനസ്സിൽ, ആ വയസ്സിൽ എന്താ വന്നെന്ന് അറിയില്ല. പിന്നെ അപ്പോഴാണ് നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാകരുത്. വെൻ യു ക്ലോസ് യുവർ ഐസ്, നമുക്ക് മൈൻഡിൽ എന്താ സംഭവിക്കരുതെന്ന് നോക്കുമ്പോഴത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചിന്തയിൽ വന്നു പോകുകയാണ്. അത് ഞാൻ പറയുന്നത് ഒരുപാട് മുൻപുള്ളതാണ്. പിന്നെ കുറേ അവസരങ്ങൾ കിട്ടി കോളേജ് പഠിക്കുമ്പോഴത്. പിന്നെ കോളേജ് കഴിഞ്ഞിട്ട് ഈ സർവീസിൽ കയറിയ പിന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോബാണ് പോലീസിൻ്റെ ഉദ്ദേശം. ഒരുപാട് സ്ട്രെസ്സുമുണ്ട്, മൾട്ടിപ്പിൾ ടാസ്കിങ് ചെയ്യേണ്ടി വരും, ഹെൽത്ത് ടേക്ക് ഔട്ട് ചെയ്യാനും സമയം ഉണ്ടാകില്ല. ഞങ്ങളുടെ പോലീസ് അക്കാഡമിയിൽ തന്നെ നമുക്കൊരു അവസരമുണ്ട്, ഒരു യോഗ സെഷൻ എന്ന് പറഞ്ഞിട്ട് ട്രെയിനിങ്ങുടെ ഒരു ഭാഗമായിട്ട്. അത് ഒരു വളരെ റിസർച്ച് ചെയ്ത് ആ സമയത്തിൽ ചെയ്തതാണ്. ഒരു സാധാരണ വ്യക്തി പോലീസിൽ ജോയിൻ ചെയ്യുമ്പോൾ, പ്രത്യേകം IPSൽ ജോയിൻ ചെയ്യുമ്പോൾ ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടാകും. ആ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമുക്ക് എല്ലാവർക്കും ഒരു പരിചയം ഉണ്ടാകേണ്ട ആവശ്യമില്ല. യു ഹാവ് ടു ഡു ഹോർസ് റൈഡിങ്, യു ഹാവ് ടു റൺ, യു ഹാവ് ടു ഡു ലോട്ട് ഓഫ് തിങ്സ്.
യു ഹാവ് ടു പ്ലേ. ഒരുപാട് ആൾക്കാർക്ക് അത്ര പ്രാക്ടീസ് ഉണ്ടാവില്ല, ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ടാകാനുണ്ട്. പിന്നെ യോഗ സെഷൻ വളരെ റിസർച്ച് ചെയ്തിട്ട് പോലീസ് അക്കാഡമിയിൽ തന്നെ ആദ്യമായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുടെ ഭാഗമായിട്ട് ഇപ്പം നാഷണൽ പോലീസ് അക്കാഡമിയിൽ ഉള്ള ഒരു കാര്യമാണ്, ആദ്യമായിട്ട് യു ആർ പുട്ട് ത്രൂ എ യോഗ സെഷൻ ഫോർ എ ക്വൈറ്റ് സം ടൈം. മോർണിംഗ് ഉണ്ടാകും, അതനുസരിച്ച് എന്തെങ്കിലും യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് ഫ്ലെക്സിബിലിറ്റി, ബോഡിയിൽ നല്ലൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകും. ഇഞ്ചുറീസുடைய കാര്യങ്ങൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം അത് പെർമനൻ്റ് ആയിട്ട് ഒരു കോമ്പോണൻ്റാണ് IPSലുള്ള ഒരു ട്രെയിനിങ്ങിൽ. നമുക്ക് മറ്റു ട്രെയിനിങ് അല്ലാതെ ഒരു യോഗ ഒരു കോമ്പോണൻ്റാണ്. പിന്നെ ഒരുപാട് സ്ട്രെസ്സിനിടയ്ക്ക് ഐ ടുക്ക് എ ബ്രേക്ക് പേഴ്സണലി ടു ലേൺ യോഗ. സോ ഐ വെൻറ്റ് ടു എൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഒരു 3 ദിവസം അവിടെ യോഗ, ഹത്ത യോഗാവും പിന്നെ മെഡിറ്റേഷനൊക്കെ പഠിച്ച് വന്നു. സോ ദറ്റ് ഈസ് ഒരു പാർട്ട് ഓഫ് എൻ്റെ ഒരു ജീവിതത്തിലൂടെ ഒരു പാർട്ടായിട്ടായിട്ടുണ്ട്. എങ്ങനെയും അവസരം ഒതുക്കി ഒരു 30-35 മിനിറ്റ് രാവിലെ കൊടുത്ത് ഒരു കുറേ സ്ട്രെച്ചസും ബാക്കി കാര്യങ്ങളും ചെയ്താൽ നിങ്ങളുടെ ആ മുഴു ദിവസവും നിങ്ങൾക്ക് ഒരുപാട് എനർജി കിട്ടും. പിന്നെ ഫോക്കസിനോട് കാര്യങ്ങൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പം നിലവിൽ ടെക്നോളജി ഒരുപാട് വന്ന് ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ നമുക്ക് എല്ലാം ഉള്ളത് നമുക്ക് കയ്യിലുള്ള ഒരു സാധനമാണ് എല്ലാവരെയും മൊബൈൽ. അത് ഒരു 5 മിനിറ്റ് നോക്കാതെ ആരൊക്കെയാണ് ഇപ്പോൾ ഉള്ള കുട്ടികൾക്കോ ഇല്ല ആരൊക്കെയാണ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ആർക്കും പറ്റില്ല. 5 മിനിറ്റ് ആയെങ്കിലും നമുക്ക് എന്തെങ്കിലും നോക്കണം. വി വാണ്ടഡ് ടു കണക്ട് ടു ദ വേൾഡ്. അതുകൊണ്ട് എന്താ പറ്റിയിട്ടുണ്ടെങ്കിൽ വി വാണ്ട് ഇമ്മീഡിയറ്റ് ഇൻസ്റ്റൻറ്റ് ഒരു ഗ്രാറ്റിഫിക്കേഷൻ ഉള്ള രീതിയിലായി. കീപ്പ് യുവർ മൊബൈൽ അവേ, കീപ്പ് റെസ്റ്റ് ഓഫ് ദ വറീസ് അവേ, ജസ്റ്റ് സ്പെൻഡ് ഹാഫ് ആൻ അവർ ടു 1 hour. Then it will be an addictive, you will see the changes in your body and mind. My best wishes to all. Thank you. അടുത്ത ആദരം അമൃത യൂണിവേഴ്സിറ്റി ഡയറക്ടർ ആൻഡ് ഡീൻ ഡോക്ടർ യു കൃഷ്ണകുമാർ സാറിനെയാണ്. ആദരം ഏറ്റുവാങ്ങാൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പൊന്നാഴയിട്ടും മൊമെന്റോ നൽകിയും ആദരിക്കുവാൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ കാൽരാജ് മഹേഷ് കുമാർ IPS. യോഗ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ എല്ലാ വാക്കിനും ഏത് ഭാഷയിലും ഒരു ധാതു ഉണ്ടാവും. ഇംഗ്ലീഷിൽ അതിന് എറ്റിമോളജി എന്ന് പറയും. യോഗ എന്നുള്ള വാക്കിൻ്റെ ധാതു യുജ് എന്നാണ്. യുജ് എന്നുള്ള വാക്ക്, ആ ധാതുവിൻ്റെ അർത്ഥം ഇൻ്റഗ്രേറ്റ് അഥവാ സംയോജിപ്പിക്കലാണ്. എന്തിനെ സംയോജിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ശരീരമനോബുദ്ധികളുടെ പ്രവർത്തനത്തിനാണ് സംയോജിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം ശരീരത്തിനെ മനസ്സുമായിട്ട് കണക്ട് ചെയ്യുന്നു. ശരീരത്തിനെ മനസ്സുമായിട്ട് കണക്ട് ചെയ്യുന്നത് നമ്മുടെ പ്രാണശക്തിയെ കണക്ട് ചെയ്തുകൊണ്ടാണ്. ആ പ്രാണശക്തിയെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടെ ശ്വാസഗതിയെ, ശ്വാസോച്ഛ്വാസത്തിനെ നിയന്ത്രിച്ചു കൊണ്ടാണ് നമ്മുടെ പ്രാണശക്തിയെ ശരീരത്തിൻ്റെ പ്രവർത്തനവുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഇൻ്റഗ്രേഷൻ. അമ്മ എപ്പോഴും പറയാറുണ്ട്, യോഗ ദിവസം പ്രാക്ടീസ് ചെയ്യണം. അമ്മ തന്നെ ഇൻ്റഗ്രേറ്റഡ് അമൃത മെഡിറ്റേഷൻ എന്നുള്ള ഒരു ടെക്നിക്ക് ഇന്ന് ലോകമൊട്ടാകും അമ്മ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇൻ്റഗ്രേറ്റഡ് അമൃത മെഡിറ്റേഷൻ ഞാനും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്താണ്. അതിനുശേഷം നിർത്താതെ യോഗ പ്രാക്ടീസ് ചെയ്യാൻ പലതരം യോഗകളും പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് ജീവിതത്തിൽ ദിവസവും അറിഞ്ഞ് അനുഭവിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് പോലീസ് കമ്മീഷണർ, പോലീസ് IG പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ദിവസം ഒരു 15 മിനിറ്റെങ്കിലും 20 മിനിറ്റെങ്കിലും എന്ത് തിരക്കുണ്ടെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കുക. യോഗ എല്ലാ സമ്പ്രദായങ്ങളും യോഗ നല്ലതാണ്. കാരണം പതഞ്ജലി യോഗസൂത്രത്തിനെ അടിസ്ഥാനമാക്കി, ഹഠയോഗ പ്രദീപികയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള യോഗ ആസനങ്ങളാണെല്ലാം. യോഗ ഏതെങ്കിലും ഒരു സിസ്റ്റം ഓഫ് യോഗ കഴിയുന്നതും ദിവസം ഒരു 15-20 മിനിറ്റ് നേരം ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ എല്ലാവരും ശ്രമിക്കുക. നന്ദി, നമസ്കാരം. യോഗയുടെയും ധ്യാനത്തിന്റെയും പ്രഭവ കേന്ദ്രമായി ശിവനെ കണക്കാക്കുന്നു. യോഗനിദ്ര എന്നത് ഒരു ഗഹനമായ ധ്യാനാവസ്ഥയാണ്. ശരീരം വിശ്രമത്തിലായിരിക്കുമ്പോഴും മനസ്സ് പൂർണ്ണമായ ജാഗ്രതയോടെയുള്ള അവസ്ഥ. മഹാശിവനെ മഹായോഗി എന്നും വിളിക്കുന്നു. ഭഗവാൻ ഹിമാലയത്തിൽ ഗഹനമായ ധ്യാനത്തിലിരിക്കുന്ന രൂപം
യോഗനിദ്രയുടെ പരമാവധിയായി കണക്കാക്കപ്പെടുന്നു. ആശുതോഷ് ശശാങ്ക് ശേഖര ചന്ദ്രമൗലി ചിദംബര എന്നുവച്ചാൽ എളുപ്പത്തിൽ പ്രസന്നമാവുന്ന തലയിൽ ചന്ദ്രനെ ധരിച്ച ചിദംബര രൂപനായ ദൈവമേ, ദിഗംബരനായ നശ്വരനായ ദേവന്മാരുടെ ദേവനായ സത്യസ്വരൂപനായ രൂപരഹിതനായ ജടകൾ ധരിച്ച ദാനശീലനായ ദൈവമേ, അങ്ങയ്ക്ക് കോടി നമസ്കാരം. आशुतोष शशांक शेखर चंद्रमौलि चिदंबरा कोटि कोटि प्रणाम शंभु कोटि नमन दिगंबरा। आशुतोष शशांक शेखर चंद्रमौलि चिदंबरा कोटि कोटि प्रणाम शंभु कोटि नमन दिगंबरा। विकारोंकार अविनाशी तुम्ही देवादिदेव जगत सर्जक प्रलय करता शिवम सत्यम सुंदरा। निरंकार स्वरूप कालेश्वर महायोगीश्वरा दयानिधि दानीश्वर जय जटाधार भयंकरा। पानी त्रिशूलधारी औगड़ी बाघंबरी जय महेश त्रिलोचनाय विश्वनाथ विशंभरा। नाथ नागेश्वर हरो हर पाप साप अभिशाप तम महादेव महान भोले सदा शिव शिव शंकरा। जगतपति अनुरक्ति भक्ति सदैव तेरे चरण हो क्षमा हो अपराध सब जय जय जयति जगदीश्वरा। जन्म जीवन जगत का संताप ताप मिटे सभी ओम नमः शिवाय मन जपता रहे पंचाक्षरा। शशांक शेखर चंद्रमौलि चिदंबरा कोटि कोटि प्रणाम शंभु कोटि नमन दिगंबरा। आशुतोष शशांक शेखर चंद्रमौलि चिदंबरा
कोटि प्रणाम शम्भु कोटि नमन दिगंबरा कोटि नमन दिगंबरा. ഭാരതത്തിന്റെ പൗരാണിക പാരമ്പര്യത്തിന്റെ വിലമതിക്കാനാവാത്ത സംഭാവനയാണ് യോഗ. ഈ പാരമ്പര്യം 5000 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. അത് ശരീരത്തിന്റെയും മനസ്സിന്റെയും ഒരുമ, ചിന്തയും പ്രവൃത്തിയും നിയന്ത്രണവും നിറവേറ്റലും മനുഷ്യനും പ്രകൃതിക്കുമിടയിലുള്ള സന്തുലിതാവസ്ഥ, ശാരീരിക മാനസിക ഘടകങ്ങളെ സമീപിച്ചുകൊണ്ട് ആരോഗ്യപരമായി ഇരിക്കുക എന്നീ ഘടകങ്ങളെ ഉൾക്കൊള്ളുന്നു. ശാസ്ത്രീയമായി ഒരു അംഗീകൃത യോഗ ട്രെയിനറുടെ സഹായത്തോടെയാവണം നാം യോഗ പരിശീലിക്കേണ്ടത്. ഇന്റർനാഷണൽ യോഗാ ദിനത്തിൽ അമൃത TV കുടുംബാംഗങ്ങളും യോഗയുടെ പ്രാധാന്യം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അമൃതപുരി വള്ളിക്കാവിലെ അമൃത സ്കൂൾ ഓഫ് ആയുർവേദയിലെ യോഗ കൺസൾട്ടന്റ് കൂടിയായ ഡോക്ടർ കൃഷ്ണേന്ദു P. വിനയ് എന്ന ട്രെയിനർക്കൊപ്പം യോഗയിലെ ചില ആസനകൾ ഇവിടെ ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് ഇവിടെ അഭ്യസിക്കാം. അപ്പോൾ എല്ലാവരും കാലുകൾ അകത്തി വെക്കുക. ബ്രിങ് യുവർ ലെഗ്സ് അറ്റ് ദ ലെവൽ ഓഫ് ദ ഷോൾഡർ. കൈകൾ രണ്ടും ചേർത്ത് ഇടുപ്പിന് കൊടുക്കാം. ഇടുപ്പിന്റെ ഇരുവശത്തുമായിട്ട് കൊടുക്കാം. കണ്ണുകൾ അടച്ചു വെക്കാം. ഐസ് ക്ലോസ്ഡ്. ദീർഘമായ ശ്വാസം അകത്തേക്ക് ഇൻഹേൽ. സാവധാനം പൂർണ്ണമായും ശ്വാസം പുറത്തേക്ക് എക്സ്ഹേൽ. ഡൗൺ. മെല്ലെ കൈകൾ താഴേക്കിടാം. Start the practice. Move your hip to the left. ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ bend at your knees. കാൽ പാദം മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കാം. Cross your fingers. കാലുകൾ മെല്ലെ അകത്ത് വെക്കാം. ഇരു കൈയിലും ചിന്മുദ്ര പിടിക്കാം. കണ്ണുകൾ അടച്ച് നട്ടിലെ നിവർന്ന്. Place your right palm above the left palm, left cheek on your right. നാഡീശുദ്ധി പ്രാണായാമം അഭ്യസിക്കാം. Be in that peace for a few more seconds. Let's end the session with Shanti Mantra. Head of Namaskara Mudra in front of your chest. Om Shanti Shanti Shanti. കർണാട്ടിക് സംഗീതത്തിൽ പുരന്ദരദാസിന്റെ കൃതിയിൽ കാപ്പി രാഗത്തിലുള്ള ഒരു അതിപ്രശസ്ത കൃതിയാണ് ജഗദോദാരണ. ലോകത്തെ രക്ഷിക്കുന്നവനും തന്റെ 10 അവതാരങ്ങളിലൂടെയും ലോകത്തെ രക്ഷിച്ചവനുമായ ഭഗവാൻ കൃഷ്ണൻ അമ്മ യശോദയോടൊപ്പം കളിക്കുന്നതാണ് ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഭക്തിരസത്തോടൊപ്പം പുത്രവാത്സല്യവും പ്രദാനം ചെയ്യുന്ന ഈ കൃതി ഇന്റർനാഷണൽ യോഗാ ദിനത്തിൽ ഇവിടെ യോഗ കൊറിയോഗ്രാഫിയിലൂടെ അവതരിപ്പിക്കുന്നു യൂണിഫൈ യോഗ സ്റ്റുഡിയോ, കൊച്ചി. ಜಗದೋಧಾರನ ಆಡಿಸಿದಳೆ ಶೋದೆ ಜಗದೋಧಾರನ ಆಡಿಸಿದಳೆ ಶೋದೆ ಜಗದೋಧಾರನ ಆಡಿಸಿದಳೆ ಶೋದೆ ಜಗದೋಧಾರನ ಆಡಿಸಿದಳೆ ಶೋದೆ ಜಗದೋಧಾರನ ಆಡಿಸಿದಳೆ ಶೋ
ಜಗದೋ ಮಧುಕರ ಮಾಣಿಕ್ಯನ ಹಡಿಸಿದಳೆ ಶೋದೆ ಜಗದೋದ್ಧಾರಣ ಹಡಿಸಿದಳೆ ಶೋದೆ ಜಗದೋದ್ಧಾರಣ ಹಡಿಸಿದಳೆ ಶೋದೆ ಜಗದೋ